ടീം മാർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 109/2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാമിനേഷൻ 51/2024 കാറ്റഗറി നമ്പറിനകത്ത് നടന്ന എക്സാമിനേഷനകത്തുള്ള മെയിൻസ് എക്സാമിനേഷന്റെ മാത്സ് ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ 10 ചോദ്യങ്ങളാണ് മാത്സ് അല്ലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിൽ നിന്നുണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ലാർജസ്റ്റ് നമ്പർ നോട്ട് ഇൻ ദ ഫോം ഓഫ് 5x + 8y, വേർ x and y ആർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അതായത് 5x + 8y ഫോമിൽ എഴുതാൻ സാധ്യമല്ലാത്ത ലാർജസ്റ്റ് നമ്പർ ഏത്, എക്സും വൈയും എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് തന്നിട്ടുണ്ട്. സോ ബേസിക്കലി 5x എന്ന് പറയുമ്പം ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിളും 8y എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കാവുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 5ന്റെയും 8ന്റെയും കൂടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ദറ്റ് ഈസ് കോൾഡ് GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 5 and 8. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 5നെ 8നെ കോമൺ ഡിവൈഡ് ചെയ്യുന്ന ഏക നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഏതെങ്കിലും രണ്ട് നമ്പറുകളുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ അതിന്റെ അർത്ഥം ദോസ് നമ്പേഴ്സ് ആർ കോൾഡ് കോ പ്രൈം നമ്പേഴ്സ്. ആ നമ്പറുകളെ വിളിക്കുന്ന പേരാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് നമ്പറുകൾ കോ പ്രൈം നമ്പേഴ്സ് ആണ് എങ്കിൽ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ലാർജസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ഫോർമുലയുണ്ട്. ദറ്റ് ഈസ് G of A, B that is equal to G of A, B that is equal to AB minus A minus B. G of A, B is equal to AB minus A minus B. So basically നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എയുടെ സ്ഥാനത്ത് 5ഉം ബിയുടെ സ്ഥാനത്ത് 8ഉമാണ്. 8 5 40 -5 -8 40 - 13 27 എന്ന് കിട്ടും. ഇനി കണ്ടുപിടിക്കുന്ന ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഫ്രോബിനിയസ് നമ്പർ. ദറ്റ് ഈസ് കോൾഡ് ഫ്രോബിനിയസ് നമ്പർ. സോ 5x + 8y ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 27 ആയിരിക്കും. അടുത്ത ചോദ്യം, A can finish a work in 10 days, B can finish the same work in 15 days, A starts a work for 5 days, then A completes a work. In how many days did A work? So A എന്ന് പറയുന്നത് ഒരു വർക്ക്, A എന്ന് പറയുന്നത് ഒരു വർക്ക് 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ഒരു വർക്ക് 15 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. സോ ഓരോ വ്യക്തികൾ എടുക്കുന്ന സമയം തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എടുക്കുന്ന ദിവസങ്ങളെ LCM കണ്ടാൽ മതി. അപ്പൊ 10ന്റെയും 15ന്റെയും കൂടെ LCM കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 3 വരും. 3 2 6 5 6 30 ആയിരിക്കും LCM. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 30 ആയിരിക്കും. A എന്ന് പറയുന്നത് 10 ദിവസം എടുക്കുമെങ്കിൽ A ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആയിരിക്കും. ദെൻ ബി 15 ദിവസം എടുക്കുമെങ്കിൽ A ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ എന്താ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 30 യൂണിറ്റ്. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് ബി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, 5 ദിവസം ജോലി എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് എടുക്കാനായിട്ട് പറ്റും? ബിയുടെ കേസിനകത്ത് 5 ഒരു ദിവസം എടുക്കുന്ന വർക്ക് 2, മൊത്തം 10 യൂണിറ്റ് വർക്ക് എടുത്തു. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 30 യൂണിറ്റ് ആണ്. 10 യൂണിറ്റ് വർക്ക് ബി ആദ്യത്തെ 5 ദിവസം കൊണ്ട് തീർത്തു. റിമൈനിങ് എത്രയേ ഉള്ളൂ? 20 യൂണിറ്റ് വർക്കേ ഉള്ളൂ. ആ 20 യൂണിറ്റ് വർക്ക് ആരാ ചെയ്യുന്നത്? 20 യൂണിറ്റ് വർക്ക് എന്ന് പറയുന്നത് ദെൻ A കംപ്ലീറ്റ്സ് അവർ. 20 യൂണിറ്റ് വർക്ക് എന്ന് പറയുന്നത് A ആണ് ചെയ്യുന്നത്. സോ A ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റ്. A ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റ്. അപ്പൊ 3 യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് X is equal to കിട്ടി. Therefore X is equal to 20 / 3. ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണ് നമുക്ക് കിട്ടുക. പക്ഷേ ബി സ്റ്റാർട്ട്സ് എ വർക്ക് ഫോർ 5 days. അതിനുശേഷം ബി ലീവ് ചെയ്യുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ബി ലീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് A ബാക്കി വർക്ക് ചെയ്യുന്ന അസ്യൂം ചെയ്താൽ A എടുക്കുന്ന ദിവസം 20/3 എന്ന് കിട്ടും. നേരെ മറിച്ച് ബി ലീവ് ചെയ്യുമോ ഇല്ലയോ നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല. റിമൈനിങ് ആയിട്ടുള്ള 20 യൂണിറ്റ് വർക്ക് എന്ന് പറഞ്ഞത് എയും ബിയുടെ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റിമൈനിങ് വർക്ക് എയും ബിയുടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരു ദിവസം 5 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം? Therefore X is equal to 20 / 5 4 ദിവസം. അങ്ങനെയാണെങ്കിൽ A എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? A 4 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ എ ഇതിന്റെ ആൻസർ ആണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ട് അപ്രോച്ച് ശരിയാണ്. കാരണം ഇതിനകത്ത് ലീവ് ചെയ്യുമോ ഇല്ലയോ എന്ന് പറയുന്നില്ല. സോ നമുക്ക് ലീവ് ചെയ്യുന്നു എന്ന് വേണേൽ അസ്യൂം ചെയ്യാം, അങ്ങനെ വേണേൽ സോൾവ് ചെയ്യാം. അപ്പൊ ഈ ഓപ്ഷൻസിൽ ഒന്നും കിട്ടില്ല. ലീവ് ചെയ്യുന്നില്ല, ബിയും എയും കൂടെയാണ് ബാക്കി വർക്ക് ചെയ്യുന്ന അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് കൂടെ എടുത്ത് എക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
A train 150 meter long is running at a speed of 72 km per hour. How long it takes to cross a man running at a speed of 6 km per hour in the same direction? അതായത് ട്രെയിൻ എന്ന് പറയുന്നത് 72 km per hour വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരാളെന്ന് പറയുന്നത് 6 km വേഗതയിൽ സഞ്ചരിക്കുന്നു. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് റിസൾട്ടന്റ് സ്പീഡ് എന്ന് പറയുന്നത് 72 മൈനസ് 6 66 km per hour ആയിരിക്കും. നമ്മളിതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 66 ഇൻറ്റു 5/18 എന്ന് എടുക്കാം. രണ്ടിനെയും 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 11 കിട്ടും, ഇവിടെ 3 കിട്ടും. 11 ഇൻറ്റു 5 55 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. സോ ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? 150 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. അതൊരു വ്യക്തിയെ കടക്കാനാണ് വേണ്ടത്. അപ്പോൾ സഞ്ചരിക്കേണ്ട ഒരു ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ എന്ന് വരും. ദെൻ സ്പീഡ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് സ്പീഡ് എന്ന് പറയുന്നത് 55 ഡിവൈഡഡ് ബൈ 3 ആണ്. അങ്ങനെയാണ് ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് 150 ഡിവൈഡ് ബൈ 55/3 എന്ന് കിട്ടും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 30 ആയി. ഇവിടെ നമുക്ക് 11 കിട്ടി. നേരെ മുകളിൽ പോയാൽ 90 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടി. ദെൻ 90 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്നത് അവർ ആണ് വരെ. 90 ഡിവൈഡ് 11 അവർ. അപ്പൊ നമുക്ക് അതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 90 ഡിവൈഡ് ബൈ 60 11 ഇൻറ്റു 150 ഇൻറ്റു 60 എന്ന് കൊടുത്താൽ സോ ബേസിക്കലി സോറി സമയം എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ്. കാരണം നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. സോ 90 ഡിവൈഡ് ബൈ 11. അപ്പോൾ 90 ഡിവൈഡ് ബൈ 11 എത്രയാണെന്ന് കണ്ടുപിടിച്ചത്. സോ 90 ഡിവൈഡഡ് ബൈ 11. സോ 11 8 88 റിമൈൻഡർ 2 20 8. Then 1 time. So 8.1 something. അപ്പോൾ 8.18 എന്ന് കിട്ടും. അപ്പോൾ 8.2 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. സോറി, നമ്മൾ ഓൾറെഡി മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മുടെ ടൈം വരിക അവറിലല്ല, ടൈം വരുന്നത് സെക്കൻഡിലാണ്. പ്ലീസ് കറക്റ്റ്. 2 towns. Next one. 2 towns A and B are 120 km apart. A starts from A towards B at 55 km per hour. At the same time, another car starts from B towards A at 45 km per hour. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 120 എ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അത് എടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 55 km per hour ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മറ്റൊരു കാർ 45 km per hour വേഗതയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചിട്ടായിരിക്കും ഇവർ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവര് എവിടെ വെച്ചിട്ടായിരിക്കും മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റാ? സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അസ്യൂം ചെയ്താൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറ് സഞ്ചരിക്കുന്ന ദൂരം മീറ്റ് ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കുന്ന ദൂരം എക്സ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറ് മീറ്റ് ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കുന്ന ദൂരം 120 ഡിവൈഡ് ബൈ -x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരോട് ഒരു പോയിന്റ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അവരെടുക്കുന്ന സമയം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? എക്സ് ഡിസ്റ്റൻസ് 55 km per hour വേഗതയിൽ സഞ്ചരിക്കുന്നു ഈക്വൽ ടു 120 മൈനസ് എക്സ് ഡിസ്റ്റൻസ് 45 km വേഗതയിൽ സഞ്ചരിക്കുന്നു. നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇത് 11 കിട്ടും. ഇതെന്ന് പറയുന്നത് 9 കിട്ടും. 9x ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 11 മൈനസ് 11x എന്ന് കിട്ടും. 11x ഇപ്പുറത്തോട്ട് എടുത്താൽ 20x ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 11. 20നെയും 120നെയും ക്യാൻസൽ ചെയ്ത് 6 കിട്ടും. 11 ഇൻറ്റു 6 66 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ എടുക്കുന്ന സമയം എന്ത് വന്നു? എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 11 ഇൻറ്റു 20. അപ്പൊ 11 ഇൻറ്റു 6 60. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയ ദൂരം? അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറ് മീറ്റ് ചെയ്യാൻ വേണ്ടി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 66 km ആണെന്ന് മനസ്സിലായി. അത് 66 ആണെങ്കിൽ എടുക്കുന്ന സമയം കണ്ടുപിടിക്കേണ്ടത് ദൂരം 66 ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 55. പവറിലാണ് നമുക്ക് സ്പീഡ് കിട്ടുക. ഓപ്ഷൻസ് മിനിറ്റിലായതുകൊണ്ട് മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടിനെയും 11 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ 6 കിട്ടും, ഇവിടെ 5 കിട്ടും. 5 കൊണ്ട് ഇവിടെ 60നെ ക്യാൻസൽ ചെയ്ത് കിട്ടും. 12 6 72. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. If the sum of first 3 terms of a geometric progression is 21, their product is 216, then what is the common ratio? നമ്മൾ geometric progression എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ടേം, അതിനോട് കൂടി ഒരു കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ടേം, മറ്റൊരു അതേ കോമൺ റേഷ്യോ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടേം. അതാണ് ബേസിക്കലി. അപ്പം AR സ്ക്വയർ എന്നാണ് നമ്മൾ എടുക്കുക. പക്ഷേ അതിവിടെ എടുത്ത ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമിന് A/R എടുക്കുന്നു. സെക്കൻഡ് ടൈം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടുന്നു. തേർഡ് ടൈം വീണ്ടും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് AR കിട്ടുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് 216 ആണ് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? 216 കിട്ടി. 6 6 ക്യാൻസൽ ആയിപ്പോയി. A ക്യൂബ് എന്ന് പറയുന്നത് 216 എന്ന് പറയുന്നത് 6ന്റെ ക്യൂബാണ്. therefore A is nothing but equal to R. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി?
എ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്ന 6 ആണെന്ന് മനസ്സിലായി. തന്നിരിക്കുന്നത് എന്താ? ദ സം ഓഫ് ദ 3 ടേംസ് ഈസ് ഈക്വൽ ടു 21. അപ്പൊ നമുക്ക് എന്തെടുക്കാം? എയുടെ വാല്യൂ 6/r പ്ലസ് 6 പ്ലസ് 6r ഈസ് ഈക്വൽ ടു 21 എന്ന് എഴുതാം. ആറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 6/r പ്ലസ് 6r ഈക്വൽ ടു 15 എന്ന് കിട്ടും. 6 പ്ലസ് 6r സ്ക്വയർ ഡിവൈഡ് ബൈ r ഈക്വൽ ടു 15 എന്ന് കിട്ടും. അതായത് 6 പ്ലസ് 6r സ്ക്വയർ ഈക്വൽ ടു 15r എന്ന് കിട്ടും. അതായത് 6r സ്ക്വയർ മൈനസ് 15r പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2r സ്ക്വയർ മൈനസ് 5r പ്ലസ് 2 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ്. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതായത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -5, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആറിന്റെ വാല്യൂ എങ്ങനെ പിടിക്കാം? r ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് എടുക്കാം. അപ്പം മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് -5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 -5 സ്ക്വയർ 25 മൈനസ് 4ac 4 into 2 into 2 4 into 2 8 8 into 2 16 divided by 2 into 8 2 into 2 4 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? 5 plus or minus 25 minus 16 that is equal to root 9 divided by 4. So root 9 എന്ന് പറയുന്നത് 3, that is 5 plus or minus 3 divided by 4. 5 plus 3 എന്ന് പറയുമ്പോൾ 8 divided by 4 2 എന്ന് കിട്ടും. Therefore r ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട് 36, 49, 64, 81. തന്നിരിക്കുന്ന എല്ലാ നമ്പറുകളും എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. 36 എന്ന് പറയുന്ന 6ന്റെ സ്ക്വയർ ആണ്. 64 എന്ന് പറയുന്ന 8ന്റെ സ്ക്വയർ ആണ്. 49 എന്ന് പറയുന്ന 7ന്റെ സ്ക്വയർ ആണ്. 81 എന്ന് പറയുന്ന 9ന്റെ സ്ക്വയർ ആണ്. എന്തായിരിക്കും ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറയുന്നത് 49 ആണ്. കാരണം 49 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറിന്റെ സ്ക്വയർ ആണ്. ബാക്കിയെല്ലാം കോമ്പോസിറ്റ് നമ്പറിന്റെ സ്ക്വയർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലയൺ ഈസ് കോഡഡ് ആസ്. വെൻ യു ടേക്ക് ലയൺ ഈസ് കോഡഡ് ആസ്. ലയണിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലയണിനെ കോഡ് ചെയ്തിരിക്കുന്നത് PNKQ. ഈ നമ്മൾ ആൽഫബറ്റിന്റെ പൊസിഷൻ നോക്കിയാൽ എൽ എന്ന് പറയുന്നത് 12ാമത്തെ ഡിജിറ്റ് ആൽഫബറ്റ് ആണ്. ഐ എന്ന് പറയുന്നത് 9ാമത്തെ ഡിജിറ്റ്, ഒ എന്ന് പറയുന്നത് 15ാമത്തെ ഡിജിറ്റ്, എൻ എന്ന് പറയുന്നത് 14ാമത്തെ ഡിജിറ്റ്. ദെൻ അപ്പോൾ പി എന്ന് പറയുന്ന 16ാമത്തെ ഡിജിറ്റ്, എൻ എന്ന് പറയുന്ന 14ാമത്തെ ഡിജിറ്റ്, കെ എന്ന് പറയുന്നത് JK 11ാമത്തെ ഡിജിറ്റ്, ദെൻ ക്യൂ എന്ന് പറയുന്നത് 17ാമത്തെ ഡിജിറ്റ്. ഇവിടെ എന്തെങ്കിലും റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മൾ നോക്കിക്കേ, എല്ലിൽ നിന്ന് നോക്കിയാൽ 12ാമത്തെ ഡിജിറ്റ് ഇത് 14, 9 2 11, 15 2 17, ഇവിടെ 14 2 16, 14 2 16. അതേ രീതിയിൽ നമ്മൾ ടൈഗർ നോക്കിയാൽ ടൈഗർ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ PQRST TUV. സോ V HI JK GHI EFG TUV GHI JK GHI EFG, then R means ST. So എന്തൊക്കെയുണ്ട്? we have VKI GT. സോ അപ്പൊ അങ്ങനെ നമുക്ക് ഓപ്ഷൻ എ എടുക്കാനായിട്ട് പറ്റത്തില്ല. എന്താണ് ഓപ്ഷൻ ഡി എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി എങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന കോഡിങ്ങുകളുമായിട്ട് എന്തെങ്കിലും ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന VKT GI ഏതെങ്കിലും കണക്ഷൻ ഉണ്ടോ? ടി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്റർ, ഐ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്റർ, ഇ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്റർ, ആറ് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പോയി, ജി കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വന്നു. സോ ഒരു ക്രോസ് മാച്ച് വരുന്നുണ്ട്. നേരെ തിരിച്ചല്ലാന്ന് നോക്കിയേ, ടൈഗർ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ TVKIG നോക്കി, TUV GHI JK GHI EFG. കറക്റ്റ് പാറ്റേൺ മെയിൻറ്റൈൻഡ് ആണ്. ദെൻ എന്ത് സംഭവിക്കും? ആറിന്റെ നേരെ മണ്ടലോട്ട് പോയി. കറക്റ്റാ? ഇവിടെ കിട്ടിയ അതേ പാറ്റേൺ, അതായത് 1 മുതൽ സെക്കൻഡ് ലാസ്റ്റ് വരെ താഴോട്ടേക്ക്
രണ്ട് വീതം കൂടിപ്പോയി ലാസ്റ്റത്തേത് ഏറ്റവും ഫസ്റ്റ് കോഡിംഗ് ആയിട്ട് വന്നു 2 കൂടി. സോ അങ്ങനെ ആൻസർ എന്ന് പറയുന്നത് TVKIG ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലയൺ ഈസ് ഈക്വൽ ടു കാർണിവോർ. അങ്ങനെയാണെങ്കിൽ കൗ, ലയൺ എന്ന് പറയുന്ന ഒരു കാർണിവോർ ആണ്, കൗ എന്ന് പറയുന്ന ഒരു ഹെർബിവോർ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. At 3:45, what is the angle between our needle and middle needle in an ordinary clock? ഒരു ഓർഡിനറി ക്ലോക്കിൽ അവർ ഹാൻഡ് മിഡിൽ ഹാൻഡ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ തീറ്റ ഈസ് ഈക്വൽ ടു 11/2 ഇൻറ്റു എം മൈനസ് 30 ഇൻറ്റു എച്ച്. എം എന്ന് പറയുന്ന മിനിറ്റ് ഹാൻഡ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 11/2 ഇൻറ്റു മിനിറ്റ് ഹാൻഡിൽ 45 മൈനസ് 30 ഇൻറ്റു 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 11 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ 11 ഇൻറ്റു 45 എന്ന് പറയുമ്പോൾ 455 ഡിവൈഡ് ബൈ 2 മൈനസ് 90 എന്ന് കിട്ടും. മോഡുലസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 157.5 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം അല്പം ഇത്തിരി ലെന്തിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇച്ചിരി ട്രിക്കി ആയിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുക. വാട്ട് ഈസ് എ റിമൈൻഡർ വെൻ 17⁻103 ഈസ് ഡിവൈഡഡ് ബൈ 5? സോ അങ്ങനെ നമ്മളോട് ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പറിന്റെ ഓരോ പവർ എഴുതുക. അതായത് 17⁻1 അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 15 വരും. റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. 17⁻2 എന്ന് പറയുമ്പോൾ 17⁻1ന്റെ റിമൈൻഡർ 1 ആണെങ്കിൽ 2 തവണ വരുമ്പോൾ 2 ഇൻറ്റു 2 4 വരും. 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 തന്നെയായിരിക്കും റിമൈൻഡർ കിട്ടുക. ദെൻ 17⁻3 എടുക്കുമ്പോൾ 17⁻3 എന്ന് പറഞ്ഞാൽ 17⁻2 ഇൻറ്റു 17⁻1 4 2 8 എന്ന് വരും. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 റിമൈൻഡർ കിട്ടും. അതേപോലെ 17⁻4 എന്ന് പറയുമ്പോൾ 17⁻3 ഇൻറ്റു 17⁻1 3 2 6 എന്ന് കിട്ടും. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. അതായത് റിമൈൻഡർ 1 ആക്കാം. അപ്പോൾ 17⁻4ന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 17⁻4ന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന 17⁻103നെ നമുക്ക് ഒരു 4ന്റെ പവർ ഇൻറ്റു സംതിങ് ആയിട്ട് എഴുതുക. അപ്പൊ 17⁻100 ഇൻറ്റു 17⁻3 എന്ന് എഴുതാം. അപ്പൊ ഈ 17⁻100 എന്ന് പറയുന്നത് 17⁻4 ഹോൾ റേസ് ടു 25 25 ഇൻറ്റു 4 100 ഇൻറ്റു 17⁻3. 17⁻4ന്റെ റിമൈൻഡർ എത്രയാ? 1 ആണ്. അപ്പൊ 17⁻100ന്റെ റിമൈൻഡർ 1 തന്നെയായിരിക്കും. ഇൻറ്റു 17⁻3. 17⁻3യുടെ റിമൈൻഡർ എത്രയാ? 3 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. Therefore 1 റിമൈൻഡർ ഇൻറ്റു 3 റിമൈൻഡർ 1 ഇൻറ്റു 3 3. അതായത് ഓപ്ഷൻ ബി 3 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ല നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങളും വളരെ എളുപ്പമുള്ള 1-2 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇവിടെ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.